Hello friends, welcome back to my channel Arraysworld. ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് സാൻഡ്വിച്ച് ആണ്. ഇത് കുട്ടികൾക്ക് ഈവനിംഗ് സ്നാക്ക് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇത് ഒരു പീസ് കഴിച്ചാലേ നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഈ ബ്രെഡ് സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കാൻ നോക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഓംലെറ്റിനകത്തേക്ക് ചേർക്കുന്ന ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സവാള പൊടിയായി അരിഞ്ഞതാണ് എടുക്കുന്നത്. അതിനുശേഷം ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു പകുതി ക്യാരറ്റ് എടുത്താലും മതിയാവും. അതും ഒന്ന് നീളത്തിലായിട്ട് അരിഞ്ഞത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ഭാഗം കാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതാണ്. അതിനുശേഷം ഞാൻ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, അല്ലെങ്കിൽ നമ്മളുടെ മുട്ട എത്ര എടുക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഒരു ചെറിയൊരു തക്കാളി പൊടിയായി അരിഞ്ഞതാണ്. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് 4 എഗ്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സാൻഡ്വിച്ചിൽ ഞാൻ നിറയെ വെജിറ്റബിൾസും എഗ്സും എല്ലാമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും നമുക്ക് ഈ സാൻഡ്വിച്ച് കഴിക്കാവുന്നതാണ്. ഇനി ഞാൻ കുറച്ച് കാബേജ് പൊടിയായി അരിഞ്ഞത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഷെസ്വാൻ സോസാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ഈ കാബേജിലോട്ട് മിക്സ് ആവുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സോസ് ഇപ്പോൾ കാബേജിലോട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എഗ്ഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ എഗ് മിക്സ്ചർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇതിൽ ധാരാളം വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത കാരണം ചിലപ്പോൾ ഈ മുട്ട മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. സോ അതൊന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇൻ കേസ് അങ്ങനെ പൊട്ടിപ്പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളത് കട്ട് ചെയ്തിട്ടാണ് ഈ സാൻഡ്വിച്ചിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഇവിടെ നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബ്രെഡ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിലേക്ക് 1 സ്പൂൺ മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്ലൈസ് ചീസാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാനൊരു ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കാബേജ് മിക്സ്ചറും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത ശേഷം ഒരു പീസ് ബ്രെഡും കൂടി മേലാകെ വെക്കണം. ഇനി ഈ ബ്രെഡിൻ്റെ മേലെ കുറച്ച് ബട്ടർ കൂടി നമുക്ക് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഒരു 2 മിനിറ്റ് നമുക്കിത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അതിനുശേഷം ഒരിക്കൽ കൂടി 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ വേണം ഈ ബ്രെഡ് ഇവിടെ വേവിച്ചെടുക്കാൻ. കരിഞ്ഞു പോവാതെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.